നിങ്ങൾക്ക് ഇതാ 3 ഉപഗ്രഹങ്ങളുടെ ചിത്രങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏതൊക്കെ ചിത്രങ്ങളാണ് മക്കളെ? യെസ്, ആര്യഭട്ട, അതുപോലെ തന്നെ ഇൻസാറ്റ് 3A, അതിന്റെ കൂടെ തന്നെ എജുസാറ്റ്. ഈ 3 ഉപഗ്രഹങ്ങളുടെ പ്രത്യേകത എന്താണ്? നമ്മൾ മനുഷ്യന്മാർ തന്നെ വിവിധ ആവശ്യങ്ങൾക്കായി റോക്കറ്റിന്റെ സഹായത്തോടു കൂടി നമ്മൾ സ്പേസിലേക്ക് അയക്കുന്ന അല്ലെങ്കിൽ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഉപഗ്രഹങ്ങളാണ് മക്കൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഉപഗ്രഹങ്ങളെയാണ് നമ്മൾ കൃത്രിമ ഉപഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിനൊരു ചെറിയൊരു ഡെഫിനിഷൻ നമുക്കൊന്ന് പഠിക്കാം. മനുഷ്യർ വിവിധ ആവശ്യങ്ങൾക്കായി നിർമ്മിച്ച് ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഉപഗ്രഹങ്ങളെയാണ് നമ്മൾ കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ആർ ദി സാറ്റലൈറ്റ്സ് മെയ്ഡ് ബൈ ദ മാൻ ആൻഡ് സെൻഡ് ടു സ്പേസ് ഫോർ വേരിയസ് പർപ്പസ്. എങ്കിൽ എന്തിനു വേണ്ടിയൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് യൂസ് ചെയ്യുന്നത്? പ്രധാനപ്പെട്ട 3 ഫംഗ്ഷൻസ് ആണ് മക്കളെ. ഒന്ന്, വാർത്താവിനിമയം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ വെതർ ഫോർകാസ്റ്റ് അല്ലെങ്കിൽ കാലാവസ്ഥാ പ്രവചനം, അതിന്റെ കൂടെ തന്നെ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ഗതാഗതം. നമ്മൾ എല്ലാവരും ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും അല്ലെ? അപ്പൊ ഈ GPS-ന്റെ ഒക്കെ ആ ഒരു പ്രവർത്തനം ഒക്കെ സ്യൂട്ട് ആയിട്ട് സെറ്റ് ആവുന്നത് നമ്മുടെ ഇത്തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിന്റെ സഹായത്തോടു കൂടിയാണ്.